നഗരത്തിരക്കുകളുടെ ബഹളത്തിനിടയിലും കണ്ണുകൾക്ക് കുളിർമയേകുന്ന ഒരുപിടി മനോഹരമായ കാഴ്ചകൾ ഒളിപ്പിച്ചുവെച്ചിട്ടുള്ള നഗരമാണ് ഹൈദരാബാദ്. ചാർമിനാറും ഗോൾക്കൊണ്ട കോട്ടയും ബിരിയാണിപ്പെരുമയും മാത്രമല്ല, ആധുനിക എഞ്ചിനീയറിംഗിന്റെ അത്ഭുതങ്ങളും ഈ നഗരത്തെ സഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കുന്നു. അതിലൊന്നാണ് ഹൈടെക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ദുർഗം ചെരുവ് കേബിൾ ബ്രിഡ്ജ്. വെറുമൊരു പാലം എന്നതിനപ്പുറം നഗരത്തിന്റെ മുഖമുദ്രയായി മാറിയ ഈ കേബിൾ വിസ്മയത്തെക്കുറിച്ചുള്ള വിപുലമായ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ 2 തൂണുകൾ, അവയിൽ നിന്നും ഇരുവശങ്ങളിലേക്കും കൃത്യമായ അകലത്തിൽ വലിച്ചുകെട്ടിയിരിക്കുന്ന കൂറ്റൻ കേബിളുകൾ, ദുർഗം ചെരുവ് പാലത്തിന്റെ ആദ്യ കാഴ്ച തന്നെ ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. ലാർസൻ ആൻഡ് ടൂബ്രോ അഥവാ L&T എന്ന പ്രമുഖ കമ്പനിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഈ പാലം ലോകത്തിലെ ഏറ്റവും നീളമുള്ള പ്രീകാസ്റ്റ് സെഗ്മെന്റൽ കോൺക്രീറ്റ് സ്പാനുകളിലൊന്നായ എക്സ്ട്രാഡോസ്ഡ് കേബിൾ പാലമാണിത്. സാധാരണ കേബിൾ പാലങ്ങളെക്കാൾ തൂണുകളുടെ ഉയരം കുറവായിരിക്കുകയും എന്നാൽ വലിയ ഭാരം താങ്ങാൻ ശേഷിയുള്ളതുമായ അത്യാധുനിക ഡിസൈനാണിത്. ഇതിന്റെ രൂപകൽപ്പന പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ അമേരിക്കയിലെ ന്യൂജേഴ്സി ആസ്ഥാനമായുള്ള ലൂയിസ് ബർഗർ എന്ന അന്താരാഷ്ട്ര ഏജൻസിയുടെ പരിശോധനയും ഉറപ്പുവരുത്തിയിരുന്നു. ഈ പാലത്തിന്റെ ഡിസൈനിനു പിന്നിൽ പരിസ്ഥിതി സൗഹൃദപരമായ ഒരു വലിയ ചിന്തയുണ്ട്. സീക്രട്ട് തടാകം എന്നറിയപ്പെടുന്ന ദുർഗം ചെരുവ് തടാകത്തിന്റെ സ്വാഭാവിക ഭംഗിയും അതിലെ ആവാസവ്യവസ്ഥയും ഒട്ടും തകരാതിരിക്കാൻ വേണ്ടിയാണ് തടാകത്തിന്റെ ഉള്ളിൽ തൂണുകൾ സ്ഥാപിക്കാതെ കേബിളുകളുടെ കരുത്തിൽ ഈ പാലത്തെ വായുവിൽ നിർത്തിയിരിക്കുന്നത്. തടാകനിരപ്പിൽ നിന്നും 50 മീറ്റർ ഉയരമുള്ള 2 പ്രധാന തൂണുകളിലാണ് 26 ജോഡി കേബിളുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന 287 ടണ്ണോളം വരുന്ന ഉയർന്ന കരുത്തുള്ള സ്റ്റേ കേബിളുകൾ ജർമ്മനിയിൽ നിന്ന് പ്രത്യേകം ഇറക്കുമതി ചെയ്തതാണ്. ബാക്കി എല്ലാ നിർമ്മാണ സാമഗ്രികളും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്തുനിന്ന് തന്നെ ശേഖരിച്ചവയാണ്. 26,600 ക്യൂബിക് മീറ്റേഴ്സ് കോൺക്രീറ്റും 4,800 ടൺ സ്റ്റീലുമാണ് ഈ വിസ്മയ നിർമ്മിതിക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനക്കാരുടെ വലിയൊരു പ്രശ്നത്തിനാണ് ഈ പാലത്തിന്റെ വരവോടെ പരിഹാരമായത്. ജൂബിലി ഹിൽസ്, മാദാപൂർ, ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് തുടങ്ങിയ പ്രധാന IT ഹബ്ബുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. മുൻപൊക്കെ ഈ വഴികളിലെ കനത്ത ട്രാഫിക് ബ്ലോക്ക് കാരണം 30 മുതൽ 45 മിനിറ്റ് വരെ സമയമെടുത്തിരുന്ന യാത്ര ഇന്ന് ഏകദേശം 10 മിനിറ്റിൽ താഴെയായി ചുരുങ്ങി. 6 വരി പാതയായി നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിലൂടെയുള്ള യാത്ര IT പ്രൊഫഷണലുകൾക്കും മറ്റ് യാത്രക്കാർക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല. സുരക്ഷിതമായ യാത്രയ്ക്കായി പാലത്തിലുടനീളം ആധുനിക CCTV ക്യാമറകളും രാത്രി യാത്രകളിൽ എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം കണ്ണിലേക്ക് അടിച്ച് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മധ്യഭാഗത്ത് പ്രത്യേക ആന്റി ഗ്ലെയർ സ്ക്രീനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ തിരക്കേറിയ ഒരു യാത്രാമാർഗമാണെങ്കിൽ സൂര്യനസ്തമിക്കുന്നതോടെ ദുർഗം ചെരുവ് പാലം തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവം കൈവരിക്കുന്നു. പാലത്തിലെ 26 കേബിളുകളിലായി സ്ഥാപിച്ചിട്ടുള്ള ആയിരക്കണക്കിന് LED ലൈറ്റുകൾ തെളിയുന്നതോടെ തടാകക്കര മൊത്തത്തിൽ പ്രകാശപൂരിതമാകും. വിവിധ ഉത്സവങ്ങൾക്കും സ്വാതന്ത്ര്യദിനം പോലുള്ള പ്രത്യേക അവസരങ്ങൾക്കുമനുസരിച്ച് ഈ ലൈറ്റുകളുടെ നിറങ്ങളും തീമുകളും മാറാറുണ്ട്. ഈ വർണ്ണക്കാഴ്ച തടാകത്തിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് കാണാൻ തന്നെ മനോഹരമാണ്. രാത്രികാലങ്ങളിൽ ഇവിടുത്തെ തണുത്ത കാറ്റേറ്റ് നഗരത്തിന്റെ ലൈറ്റുകൾ കണ്ട് നടക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. പാലത്തിന്റെ ഇരുവശങ്ങളിലും കാൽനടയാത്രക്കാർക്കായി 1.8 മീറ്റർ വീതിയുള്ള പ്രത്യേക നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട്. വാരാന്ത്യങ്ങളിൽ, ശനി, ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഈ പാലത്തിലൂടെയുള്ള വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിക്കാറുണ്ട്. ആ സമയങ്ങളിൽ പാലം ഒരു വലിയ വാക്കിംഗ് സർക്യൂട്ടായി മാറും. ആളുകൾക്ക് ഭയമില്ലാതെ നടക്കാനും ഫോട്ടോകൾ എടുക്കാനും സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനും ഈ സമയം ഉപയോഗിക്കാം. പാലത്തിന് സമീപത്തായി ഒരുക്കിയിരിക്കുന്ന മ്യൂസിക്കൽ ഫൗണ്ടനും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ഇവിടുത്തെ ആകർഷണം ഇരട്ടിയാക്കുന്നു. നിരവധി തെലുങ്ക് സിനിമകളുടെ ചിത്രീകരണത്തിന് വേദിയായ ഈ പാലം ഇന്ത്യയിൽ ആദ്യമായി നടന്ന ഫാർമുല E റേസിംഗിന്റെ ഭാഗമായി റേസിംഗ് കാർ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചതിലൂടെയും വാർത്തകളിൽ ഇടം നേടിയിരുന്നു. നഗരത്തിന്റെ വികസനവും പ്രകൃതിയുടെ ഭംഗിയും എങ്ങനെ ഒത്തുപോകാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ദുർഗം ചെരുവ് കേബിൾ ബ്രിഡ്ജ്. ഈ വലിയ വിജയത്തെ തുടർന്ന് ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ മീർ ആലം ടാങ്ക് തടാകത്തിന് മുകളിലും ഇതുപോലൊരു വലിയ കേബിൾ പാലത്തിന്റെ നിർമ്മാണം അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹൈദരാബാദ് സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാൻ ദുർഗം ചെരുവ് കേബിൾ പാലം തീർച്ചയായും നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. പ്രകാശപൂരിതമായ ആ അന്തരീക്ഷം നിങ്ങൾക്കൊരു പുതിയ അനുഭൂതി സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല.